100-ലധികം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഈ ആധുനിക കേരളത്തിന് പിന്നിൽ ഒരു വലിയ കാലഘട്ടത്തിന്റെ ചരിത്രമുണ്ട്. ക്യാമറയുടെ ലെൻസിൽ പതിഞ്ഞ ആ പഴയകാല ഓർമ്മകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. 1926 കേരളത്തിലെ സ്കൂൾ കാഴ്ച. നൂറ്റാണ്ട് മുൻപത്തെ കേരളത്തിലെ ഒരു വിദ്യാലയത്തിന്റെയും അക്കാലത്തെ കുട്ടികളുടെ പഠനരീതിയുടെയും അപൂർവ ചിത്രം. 1908 കോഴിക്കോട് ബേക്കറി കട. നൂറ്റാണ്ട് മുൻപത്തെ കോഴിക്കോടിന്റെ തെരുവ് കാഴ്ചകളും പരമ്പരാഗത രീതിയിലുള്ള കടകളും വ്യക്തമാക്കുന്ന ചിത്രം. 1908 കോഴിക്കോട് ബീച്ച്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കോഴിക്കോട് കടപ്പുറത്തിന്റെ ശാന്തവും മനോഹരവുമായ പഴയകാല ദൃശ്യം. 1910 കാസർഗോഡ് ഗേൾസ് സ്കൂൾ കാഴ്ച. അന്നത്തെ കാലത്ത് കാസർഗോഡ് പെൺകുട്ടികൾക്കായി പ്രവർത്തിച്ചിരുന്ന ചരിത്രപ്രധാനമായ വിദ്യാലയം. 1932 കണ്ണൂർ മാർക്കറ്റ്. കഴിഞ്ഞകാലത്തെ കണ്ണൂർ നഗരത്തിലെ ചന്തയും അക്കാലത്തെ ജനങ്ങളുടെ കച്ചവട തിരക്കുകളും. പാലക്കാട് ഒലവക്കോട് സ്ഥലത്തെ ടൈൽ ഫാക്ടറി ചിത്രം. പഴയകാല കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയുടെയും നിർമ്മാണ യൂണിറ്റുകളുടെയും അടയാളം. പ്രാചീന കേരളത്തിന്റെ കോഴിക്കോടുള്ള ഒരു ക്രിസ്ത്യൻ മിഷൻ ഹൌസ് ചിത്രം. മിഷണറിമാർ ആരംഭിച്ച സ്ഥാപനങ്ങളുടെയും അക്കാലത്തെ നിർമ്മിതികളുടെയും കാഴ്ച. 1902 കാലഘട്ടത്തിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ചിത്രം. പഴയകാല ഗ്രാമീണ ജീവിതത്തിന്റെ ലളിതമായ ദിനചര്യകളിലൊന്ന്. 1900-ലെ ഒരു വിമൻസ് ഹോസ്പിറ്റൽ. 100-ലധികം വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലുണ്ടായിരുന്ന ആരോഗ്യ പരിപാലന സംവിധാനം. 1914 കോഴിക്കോട് ലേഡീസ് ഹൌസ്. അക്കാലത്തെ സ്ത്രീകളുടെ സുപ്രധാന കേന്ദ്രങ്ങളിലൊന്നിന്റെ പഴയകാല ഫോട്ടോ. പൂർണ്ണമായി കേരള ശൈലിയിൽ നിർമ്മിച്ച കണ്ണൂരിലെ ചിറയ്ക്കൽ എന്ന് പറയുന്ന മുസ്ലിം പള്ളി. കേരളത്തിന്റെ തനതായ വാസ്തുവിദ്യ വിളിച്ചോതുന്ന പുരാതന ആരാധനാലയം. 1908 കാളയെ ഉപയോഗിച്ച് തേങ്ങയാട്ടുന്ന ദൃശ്യം. കാളകളെ ഉപയോഗിച്ച് പരമ്പരാഗതമായി എണ്ണയാട്ടിയെടുത്തിരുന്ന പഴയകാല രീതി. 1930-ലെ പൊന്നാനി ടൗണിലെ ഒരു തേങ്ങാച്ചന്ത. പൊന്നാനിയിലെ വലിയ തോതിലുള്ള നാളികേര വ്യാപാരവും കമ്പോളവും. 1932-ലെ മലബാർ ക്രിസ്ത്യൻ കോളേജ്. അന്നത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്ന ചരിത്രപ്രധാനമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം. 1921-ലെ കോഴിക്കോട്ടെ ഒരു നടപ്പാത. വാഹനങ്ങളില്ലാതെ കാൽനടയായി മാത്രം സഞ്ചരിച്ചിരുന്ന പഴയകാല കോഴിക്കോട് തെരുവ്. 1932 ബ്രിട്ടീഷുകാരുടെ കാർ പൊന്നാനി പുഴയിലൂടെ കൊണ്ടുപോകുന്ന കാഴ്ച. വലിയ പാലങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ചങ്ങാടത്തിൽ കാറുകൾ പുഴ കടത്തിയിരുന്നത്. പഴയകാലത്തെ ഒരു സ്കൂൾ മുറ്റം. നൂറ്റാണ്ട് മുൻപത്തെ വിദ്യാലയങ്ങളുടെ വിശാലമായ മുറ്റവും കുട്ടികളുടെ ഒത്തുചേരലും. ഒരു ക്രിസ്ത്യൻ ചർച്ച് നിർമ്മാണത്തിനിടയിൽ പകർത്തിയ ചിത്രം. പഴയകാല ദേവാലയങ്ങളുടെ നിർമ്മാണ ശൈലി വ്യക്തമാക്കുന്ന അപൂർവ ഫോട്ടോ. കോഴിക്കോട് പുതിയറ എന്ന സ്ഥലത്തെ ഒരു പഴയകാല ചിത്രം. പുതിയറ പ്രദേശത്തിന്റെ 100-ലധികം വർഷം മുൻപുള്ള ഭൂപ്രകൃതിയും വീടുകളും. പാലക്കാടിലെ വാണിയംകുളം എന്ന സ്ഥലത്തെ 1888-ലെ ഒരു മിഷൻ ഹൌസ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിർമ്മിക്കപ്പെട്ട ചരിത്രപരമായ കെട്ടിടം. 1911 തലശ്ശേരി ടൗണിലെ ഒരു സ്കൂൾ കാഴ്ച. ബ്രിട്ടീഷ് ശൈലിയിലുള്ള തലശ്ശേരിയിലെ പഴയകാല വിദ്യാലയം. പൊന്നാനി ടൗണിലെ ഒരു ബോട്ട് ജെട്ടിയുടെ പഴയകാല ചിത്രം. ജലഗതാഗതം പ്രധാനമായിരുന്ന കാലത്തെ പൊന്നാനി ബോട്ട് കടവ്. 1938-ലെ പൊന്നാനിയിലെ ഒരു പഴയകാല മുസ്ലിം പള്ളി ചിത്രം. കാലഘട്ടത്തിന്റെ തനിമ നിലനിർത്തിയിരുന്ന പൊന്നാനിയിലെ ഒരു ആരാധനാലയം. തിരുവനന്തപുരം ജില്ലയിലെ മണ്ണന്തല എന്ന സ്ഥലത്തെ 1928-ലെ ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ. അക്കാലത്ത് തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസം നൽകിയിരുന്ന പ്രധാന മിഷണറി വിദ്യാലയം. 1913-ലെ കോഴിക്കോട്ടെ ഒരു ചർച്ച്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കോഴിക്കോട് നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ക്രൈസ്തവ ദേവാലയം. 1901-ലെ കോഴിക്കോട് എലത്തൂർ എന്ന സ്ഥലത്തെ ഭഗവതി ക്ഷേത്ര ചിത്രം. എലത്തൂർ പ്രദേശത്തിന്റെ നൂറ്റാണ്ട് മുൻപുള്ള പൈതൃക കാഴ്ച. 1930-ലെ പൊന്നാനി ഹാർബർ. ജലവ്യാപാരത്തിന് പേരുകേട്ട പഴയകാല പൊന്നാനി തുറമുഖത്തിന്റെ ദൃശ്യം. 1896-ലെ ഫറൂഖിലെ ഒരു പഴയകാല ചിത്രം. ഫറൂഖ് പ്രദേശത്തിന്റെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തെ കാഴ്ച. 1901-ലെ കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ വിഷ്ണു ക്ഷേത്രത്തിന്റെ ചിത്രം. പെരുമണ്ണ ക്ഷേത്രത്തിന്റെ 100-ലധികം വർഷം പഴക്കമുള്ള രൂപം. 1914-ലെ കേരളത്തിലെ ഒരു ഗേൾസ് ബോർഡിംഗ് സ്കൂൾ. പെൺകുട്ടികൾ താമസിച്ചു പഠിച്ചിരുന്ന പഴയകാല ഹോസ്റ്റൽ സഹിതമുള്ള വിദ്യാലയം. 1930-ലെ പൊന്നാനിയിലെ ഒരു ചന്ത. പൊന്നാനിയിലെ ജനങ്ങൾ സാധനങ്ങൾ വാങ്ങാനെത്തിയിരുന്ന തിരക്കുപിടിച്ച കമ്പോളം. 1902-ലെ കണ്ണൂരിലെ ഒരു ക്ലോത്ത് മിൽ. കണ്ണൂരിലെ പഴയകാല വ്യവസായ സ്ഥാപനങ്ങളിലൊന്നിന്റെ ചിത്രം. 1913-ലെ പരപ്പനങ്ങാടിയിലെ ഒരു സ്കൂൾ ചിത്രം. പരപ്പനങ്ങാടി മേഖലയിലെ വിദ്യാഭ്യാസ ചരിത്രം പറയുന്ന വിദ്യാലയം.
1908 കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ. നൂറ്റാണ്ട് മുൻപത്തെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെയും യാത്രാ സംവിധാനങ്ങളുടെയും കാഴ്ച. 1912 കോഴിക്കോടുണ്ടായിരുന്നു ഒരു നായർ ഗേൾസ് സ്കൂൾ. നായർ സമാജത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പ്രവർത്തിച്ചിരുന്ന പെൺകുട്ടികളുടെ വിദ്യാലയം. 1908 ഗേൾസ് ഗ്രാമർ സ്കൂൾ. അക്കാലത്തെ പ്രശസ്തമായ ഗ്രാമർ സ്കൂളിന്റെ പഴയകാല ഫോട്ടോ. 1905 ഒരു ബോർഡിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ ഭക്ഷണമുണ്ടാക്കുന്ന കാഴ്ച. ബോർഡിംഗ് സ്കൂളിൽ കുട്ടികൾ സ്വയം പാചകം ചെയ്തിരുന്ന പഴയകാല രീതി. കോഴിക്കോട്ടെ തളി എന്ന സ്ഥലത്തെ 1908 ഒരു ശിവക്ഷേത്രം. കോഴിക്കോട്ടെ ചരിത്രപ്രസിദ്ധമായ തളി മഹാക്ഷേത്രത്തിന്റെ പഴയകാല ദൃശ്യം. 1901 ഒരു തെയ്യംകളി. കേരളത്തിന്റെ പൈതൃക കലയായ തെയ്യത്തിന്റെ നൂറ്റാണ്ട് മുൻപുള്ള രൂപം. കണ്ണൂർ ബീച്ചിന്റെ ഒരു പഴയകാല ചിത്രം. കണ്ണൂർ കടപ്പുറത്തിന്റെ പുരാതനമായ സൗന്ദര്യം പകർത്ത ഫോട്ടോ. കണ്ണൂരിലെ കനാത്തൂർ ക്ഷേത്രത്തിൽ ഒരു വെളിച്ചപ്പാടിന്റെ അപൂർവ ചിത്രം. അനുഷ്ഠാനപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും വ്യക്തമാക്കുന്ന ചിത്രം. 1932 കണ്ണൂർ കടപ്പുറത്തെ സൂര്യാസ്തമയ ചിത്രം. കണ്ണൂർ കടലിൽ അന്ന് കണ്ട സന്ധ്യാസമയത്തിന്റെ മനോഹര ദൃശ്യം. 1926 കോഴിക്കോട്ടെ ഒരു ക്ഷേത്രം. കോഴിക്കോട് നഗരത്തിലെ പഴയകാല ക്ഷേത്രങ്ങളുടെ നിർമ്മാണ ശൈലി. 1926 കോഴിക്കോട്ടെ ഒരു കോളേജ്. അക്കാലത്ത് കോഴിക്കോട് ഉന്നത വിദ്യാഭ്യാസം നൽകിയിരുന്ന പ്രധാന കോളേജിന്റെ ചിത്രം. 1926 ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ. ഫറൂഖ് റെയിൽവേ സ്റ്റേഷന്റെ പഴയകാല കെട്ടിടവും പരിസരവും. 1913 കോഴിക്കോട് ഹോസ്പിറ്റലിലെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ. 100 വർഷം മുൻപ് നമ്മുടെ നാട്ടിലെ ആശുപത്രികളിലുണ്ടായിരുന്ന വൈദ്യശാസ്ത്ര സൗകര്യങ്ങൾ. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.